അങ്ങനെ കേരളത്തിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് കരുൺ നായർ ക്രീസിൽ നിലയുറപ്പിച്ചപ്പോൾ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തിയ കേരളത്തിന് ഫൈനലിൽ തോൽവി സമ്മാനിച്ചിരിക്കുകയാണ് വിദർഭ. അതായത് ഫൈനൽ യഥാർത്ഥത്തിൽ സമനില ആയിരുന്നെങ്കിൽ പോലും ആദ്യ ഇന്നിങ്സിലെ ലീഡിന്റെ ബലത്തിലാണ് ഇപ്പോൾ വിദർഭ ചാമ്പ്യന്മാരായിരിക്കുന്നത്. രണ്ടാം ഇന്നിങ്സിൽ ശതകം നേടിക്കൊണ്ട് 135 റൺസ് നേടിയ കരുൺ നായരാണ് യഥാർത്ഥത്തിൽ വിദർഭയെ രക്ഷിച്ചത്. ആദ്യഘട്ടത്തിൽ 2 വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും കരുൺ നായർ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ ഈ വിദർഭയ്ക്ക് അത് സമനിലയ്ക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ മുംബൈയുമായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് വിദർഭ. അതുകൊണ്ട് തന്നെ വിദർഭയ്ക്ക് ഈ വർഷത്തെ വിജയം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ. സാധാരണഗതിയിലുള്ള ഒരു രഞ്ജി മത്സരങ്ങൾ മാത്രമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആദ്യ ഗ്രൂപ്പ് ഘട്ടവും പിന്നീട് ക്വാർട്ടർ ഫൈനലും സെമിയും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേരളം വലിയ രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത്തരത്തിലൊന്നും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ ആദ്യമായിട്ട് എത്താനായി എന്നുള്ളതാണ്. ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കേരളം തലയുയർത്തി തന്നെയാണ് മടങ്ങുന്നത്. 348 റൺസ് ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിൽ നേടാനായിരുന്നു. ഏതാനും റൺസുകൾ നേടിയിരുന്നെങ്കിൽ വിദർഭയെ മറികടന്നുകൊണ്ട് ലീഡിലേക്ക് കടക്കാനും അതുവഴി രഞ്ജി ചാമ്പ്യന്മാരാകാൻ കേരളത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നിർണായകമായത് സച്ചിൻ ബേബിയുടെ ഔട്ടാവലാണ്. സച്ചിൻ ബേബി 98 റൺസുമായിട്ട് കേരളത്തിന്റെ ക്യാപ്റ്റനും കേരളത്തിന്റെ ലെജൻഡറി താരം എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാവുന്ന താരമാണ് സച്ചിൻ ബേബി. അതുകൊണ്ട് തന്നെ ഫൈനലിൽ സച്ചിൻ ബേബി പുറത്തായതോട് കൂടിയിട്ടാണ് കേരളത്തിന്റെ ലീഡെടുക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായത്. അതുകൂടാതെ തന്നെ സെമിയിൽ സെഞ്ചുറിയുമായിട്ട് നിർണായക പ്രകടനം നടത്തിയ മുഹമ്മദ് അസറുദ്ദീനും ഫൈനലിൽ തിളങ്ങാനായില്ല. അതുകൂടി കേരളത്തിന്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും തല ഉയർത്തി തന്നെയാണ് കേരള ടീം ഇപ്രാവശ്യം രഞ്ജി മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഏതായാലും അടുത്ത വരും സീസണുകളിലെ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് കേരളം എന്നുള്ള ഒരു ശക്തിയെ കൂടി ആഭ്യന്തര ക്രിക്കറ്റിൽ മറ്റുള്ള ഇവിടുത്തെ ടീമുകൾ പരിചയപ്പെടേണ്ട ഒരു സാഹചര്യം, ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അടുത്ത കുറച്ചു വർഷങ്ങളായി വളരെ നിർണായക പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ജലക് സക്സേന എന്ന അന്യ സംസ്ഥാന പ്ലെയറാണ് കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബോളിംഗ് പ്രകടനവും അതോടൊപ്പം തന്നെ അത്യാവശ്യം ബാറ്റിംഗ് പ്രകടനവും അദ്ദേഹം നടത്തി. കൂടാതെ ബാറ്റിംഗിൽ അസറുദ്ദീനും അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇങ്ങനെ തുടങ്ങിയ നിരവധി ആളുകൾ, സൽമാൻ നിസാർ അടക്കമുള്ള, സൽമാൻ നിസാറാണ് ഈ ടൂർണമെന്റിന്റെ കണ്ടെത്തൽ എന്ന് പറയാം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു. ചില കേരളം പിന്നോക്കം പോയി എന്ന് തോന്നിയ മത്സരങ്ങളെ പോലും തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്ലെയർ ആയിരുന്നു സൽമാൻ നിസാർ. അങ്ങനെ പുതിയ താരങ്ങളുടെ ഉദയങ്ങളും അതുപോലെ തന്നെ ജലക് സക്സേനയെ പോലെയുള്ള ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുടെയും പ്രകടനങ്ങൾ കൊണ്ട് കൂടിയാണ് കേരളം ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിലെത്തിയത്. ഏതായാലും ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും ഈ ടൂർണമെന്റ് ശുഭപ്രതീക്ഷയോടും കൂടിയാണ് കേരള ക്രിക്കറ്റ് അവസാനിപ്പിക്കുന്നുള്ളത്. ഫൈനലിലെ പരാജയം ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ രാജ്യത്തിന്റെ ക്രിക്കറ്റിന്റെ ചർച്ചകളിലേക്ക് കേരളം എന്നുള്ള പേര് 75 വർഷത്തെ രഞ്ജി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫൈനലിൽ എത്തിയത് കൊണ്ട് തന്നെ വരും കാല ക്രിക്കറ്റ് പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന താരങ്ങൾക്കുമുള്ള ഒരു അവസരമായിട്ട്, ഒരു പ്രത്യേക ഒരു അവസരം ആയിട്ട് വിനിയോഗിക്കപ്പെടും. ഇത്തരം കൂടുതൽ താരങ്ങൾ വളർന്നു വരും. ഈ ഒരു ഫൈനൽ കൊണ്ട്, ഈ ഒരു രഞ്ജിയിൽ കേരളത്തിന്റെ മുന്നേറ്റം കൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി തുറക്കപ്പെടുന്നു എന്നതാണ് ഇത്തവണത്തെ രഞ്ജിയുടെ പ്രത്യേകത. ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ഫൈനലിൽ കിരീടം നേടാനായില്ലെങ്കിലും കേരളത്തിന്റെ പ്രകടനം വളരെയധികം മികച്ചതായിരുന്നു എന്ന് തന്നെ പറയാം. വിദർഭ അവരുടെ എക്സ്പീരിയൻസും കരുൺ നായറിനെ പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു താരത്തിന്റെ പ്രകടനം കൂടി വന്നപ്പോൾ അവർക്ക് അവരുടെ ലീഡ് നേടൽ കൊണ്ടുള്ള ഒരു വിജയം നേടാൻ സാധിച്ചെങ്കിൽ പോലും പക്ഷേ കേരളം എന്നുള്ള ഈ ഒരു ക്രിക്കറ്റിൽ അത്രയൊന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത കേരളം എന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രകടനം വരും കാല ഇന്ത്യൻ ക്രിക്കറ്റിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ അവസരങ്ങൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.